ഹായ് കൂട്ടുകാരെ, ഇന്ന് ഓണസദ്യയിൽ നാരങ്ങാക്കറി വെച്ചതിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 വലിയ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല കറിനാരങ്ങ 2 എണ്ണം ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി ലൈറ്റായിട്ട് തൊലിച്ചെത്തി, ഒത്തിരി വേണ്ട, തൊലിച്ചെത്തി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുവിട്ട് പൊട്ടി വെളുത്തുള്ളി ഒരു കൈക്കുള്ള വരുന്ന കൂട്ടുള്ള വെളുത്തുള്ളിയുണ്ട്. അത് നല്ലിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഇതാകണം. അത് ഏത് അച്ചാറിനും നമ്മൾ വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറമാകണം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതായിട്ടൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് ചേരുവകൾ ചേർക്കാം. അതായത് മുളക് പൊടി, ഞാൻ വെള്ളയല്ലിടുന്നത്, മുളകിട്ട നാരങ്ങാക്കറിയാണ് വയ്ക്കുന്നത്. അതിനകത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയും കണക്കിനാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഈ എണ്ണ വെള്ളുന്നതിനകത്തോട്ട് തന്നെ കായവും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാവും. അപ്പോൾ കായത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലതായിട്ട് എല്ലായിടത്തും നിൽക്കും. അപ്പോൾ പിന്നെ മുളക് പൊടി ഞാൻ ഒരുപാട് എരി ചേർക്കുന്നില്ല. എന്നാലും കാശ്മീരി ചില്ലി പൗഡർ എരി കൂടുതലായതുകൊണ്ട് 2 സ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ ഉലുവാപ്പൊടിയാണ് ഒരു 1/2 സ്പൂണോളം. അതായത് വേറൊരു ഫാമിലിക്ക് കൂടെ കൊടുക്കാനുള്ള കറി ഞാൻ റെഡിയാക്കുന്നുണ്ട്, 2 നാരങ്ങ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ കണക്കിന് ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. വലിയൊരു കറി സെറ്റായതുകൊണ്ട് ഇത്ര അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ തോടിൻ്റെ അത്രയും ഭാഗം നമ്മൾ അതിലുണ്ടാകണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഈ നമ്മൾ വഴറ്റി വെച്ച ആ ഗ്രേവി നല്ലതായിട്ട് അതിലോട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചാറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ശകലം ഒഴിച്ച്, നമ്മളിത് കറിയാണല്ലോ, കറിയുടെ പരുവായതുകൊണ്ട് അങ്ങനെ അതിലോട്ട് ഇത് മിക്സ് ആയതിന് ശേഷം മാത്രം. മിക്സ് ആകാതൊരിക്കലും ഒഴിക്കരുത്. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ഞാൻ ചെയ്യുന്നത് കൂട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.